പ്രൈസ് ദി ലോർഡ്. സുവിശേഷങ്ങളും ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകം എഴുതിയ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥം യഹോവ കൃപയുള്ളവൻ എന്നാണ്. പിതാവ് സെബദി, മാതാവ് ശലോമ, സഹോദരൻ യാക്കോബ്. സഹോദരൻ യാക്കോബിനോട് കൂടെ വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ നേരിട്ടുള്ള വിളിയും തിരഞ്ഞെടുപ്പും അവർക്ക് ലഭിച്ചത്. അങ്ങനെ അവർ പടകും വലയും വിട്ട് യേശുവിനെ അനുഗമിച്ചു. അവരുടെ തീഷ്ണത നിമിത്തം ഇടിമക്കൾ എന്നർത്ഥമുള്ള ബോവനർഗസ് എന്ന പേര് നൽകി. യേശുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട 12 അപ്പോസ്തലന്മാരിൽ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു യോഹന്നാൻ. യേശുവിൻ്റെ പ്രിയ ശിഷ്യനുമായിരുന്നു യോഹന്നാൻ. അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ താല്പര്യമുള്ള ശിഷ്യനായിരുന്നു യോഹന്നാൻ. അത് എപ്പോൾ സംഭവിക്കും, നിന്റെ വരവനും ലോക അവസാനത്തിനുമുള്ള അടയാളം എന്ത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ യോഹന്നാൻ ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചപ്പോഴാണ് യേശു അതിനെക്കുറിച്ചുള്ള പ്രഭാഷണം ചെയ്യുന്നത്. പെസഹ ഒരുക്കുവാൻ അയക്കപ്പെട്ട ശിഷ്യനായിരുന്നു യോഹന്നാൻ. അന്ത്യ അത്താഴവും കർത്തൃമേശയും ഒരുക്കുവാൻ യേശുക്രിസ്തു അയച്ചത് പത്രോസിനെയും യോഹന്നാനെയുമായിരുന്നു. യേശുവിൻ്റെ ക്രൂശീകരണം ദർശിച്ച ശിഷ്യനുമായിരുന്നു യോഹന്നാൻ. മറിയയെ നോക്കുവാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ശിഷ്യനുമായിരുന്നു യോഹന്നാൻ. അതുമാത്രമല്ല, യേശുവിൻ്റെ കല്ലറയിലേക്ക് ആദ്യം ഓടിയെത്തിയ ശിഷ്യനായിരുന്നു യോഹന്നാൻ. ഇടയ ശുശ്രൂഷ ചെയ്ത അപ്പോസ്തലനായിരുന്നു യോഹന്നാൻ. യേശുക്രിസ്തുവിന് വേണ്ടി സുവിശേഷം എഴുതിയ അപ്പോസ്തലനായിരുന്നു യോഹന്നാൻ. മറ്റുള്ള 2 പുസ്തകങ്ങളിലും എഴുതാത്ത യേശുക്രിസ്തുവിൻ്റെ പല അത്ഭുതങ്ങളും അനവധി ഉപദേശങ്ങളും യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി. ആത്മീക നായകർക്കും വിശ്വാസികൾക്കും വേണ്ടി ലേഖനം എഴുതുവാനുള്ള കൃപ യോഹന്നാന് ലഭിച്ചു. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാനാണ്. വെളിപ്പാട് പുസ്തകം എഴുതുവാനുള്ള കൃപയും യോഹന്നാന് ലഭിച്ചു. ഭാവികാല സംഭവങ്ങളെക്കുറിച്ചുള്ള രേഖ നമുക്ക് ലഭിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. സഭായുഗത്തിനു ശേഷമുള്ള മഹാകഷ്ടകാലം, സഹസ്രാബ്ദ യുദ്ധം, ന്യായവിധി, പുതിയ ആകാശവും പുതിയ ഭൂമിയും, നിത്യത എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. വെളിപ്പാട് പുസ്തകം എഴുതുവാൻ വേണ്ടി യേശുക്രിസ്തു യോഹന്നാനെ പത്മോസ് ദ്വീപിലാക്കി. അവിടെ നിന്ന് യേശുക്രിസ്തു യോഹന്നാനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ക്രിസ്തുവിന് വേണ്ടി ഒരുപാട് കഷ്ടങ്ങൾ യോഹന്നാൻ അനുഭവിച്ചു. യഹൂദന്മാരിനാൽ അടികൾ ഏറ്റു, ജയിൽവാസം അനുഭവിച്ചു, പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. യേശുവിൻ്റെ പ്രിയ ശിഷ്യനായിരുന്നു യോഹന്നാൻ. യേശുവിൻ്റെ മാർവിൽ ചാരിയ ശിഷ്യൻ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ യോഹന്നാനുണ്ട്. ദൈവം സ്നേഹം തന്നെ എന്ന നിർവചനം എഴുതിയതും യോഹന്നാൻ തന്നെ. 1 യോഹന്നാൻ 4:20-21 പറയുന്നത്, താൻ കണ്ടിട്ടുള്ള ദൈവത്തെ സ്നേഹിക്കാത്തവൻ താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ സഹോദരനെ സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. നാം എല്ലാവരും പരസ്പരം സ്നേഹിക്കുക, നിത്യതയ്ക്ക് വേണ്ടി പോരാടുക. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.